കോവിഡ് കാലത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുത്തു എന്ന് പറഞ്ഞത് കള്ളത്തരം. കോവിഡ് കഴിഞ്ഞിട്ടാണ് ഈ ലാപ്ടോപ്പ് കൊടുത്തത്. SC പാവപ്പെട്ട SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു. കള്ളത്തരം. SC ഒറ്റ കുട്ടിക്ക് കൊടുത്തെന്ന് ഇന്ന് നിർവാഹി മാപ്പ് പറഞ്ഞ് 3 വീഡിയോ പൈസ ഈ നിമിഷം കൊടുത്തില്ല. സ്കൂളിലാണ് കൊടുത്തത്. സ്കൂളുകൾക്ക് കൊടുക്കുമ്പോൾ ഗുണം തരുമോ? ഈ കേടായി കിടക്കുന്ന ലാപ്ടോപ്പ് 15 ലാപ്ടോപ്പ് സപ്പോസ് സ്കൂളിൽ കൊടുത്തു വെച്ചോ, അത് 2 കംപ്ലൈന്റ് ആണ് വെച്ചോ, ഈ 10 ഇവർ ലൈബ്രറി സ്കീമിൽ കുട്ടികൾക്ക് കൊടുത്തുള്ളൂ. ലൈബ്രറി സ്കീമാണ്. അപ്പോൾ കുട്ടികൾ കയ്യിലുള്ള എത്ര ലാപ്ടോപ്പ് സ്കൂളുണ്ട്? അപ്പോൾ ഇതിൽ ദാനം കിട്ടിയ സ്കൂൾ പറ്റില്ല. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, ഈ ലാപ്ടോപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മേടിച്ചു കൊടുക്കാനാണോ ഈ പാവപ്പെട്ട മനുഷ്യർ മൊത്തം ഈ പൈസ കൊടുത്തത്? ഏത് നാട്ടിൽ മൊത്തം ലോക്കൽ കച്ചവടക്കാരൻ പോയി ചോദിച്ചു ഒരു 100 ഒരുമിച്ച് മേടിക്കുമ്പോൾ എത്ര രൂപ കിട്ടുന്നു? 1000 മേടിക്കുമ്പോൾ എത്ര രൂപ? സാംസങ് S24 Ultra ഇത് 1,20,000 വരെ വെച്ചോ. ഹാഷ്മിക്ക് ഞാൻ ടെൻഡർ ചെയ്യണം. ഹാഷ്മിയാണ് സാംസങ്ങിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. 50,000 ഫോൺ വേണമെന്ന് പറയുന്നു. ഇതിന് പൊതുവെ 1,20,000 രൂപ. 50,000 ഓർഡർ ചെയ്യുമ്പോൾ പുല്ല് പോലെ ഹാഷ്മിക്ക് 40,000 സാധനം കൊടുക്കും. പക്ഷേ ബില്ല് 1,20,000 എനിക്ക് തരൂ. കമ്മ്യൂണിസ്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. ബോധമുള്ള ജനതയ്ക്ക് മനസ്സിലാവും. 55,000 ലാപ്ടോപ്പിന് വിപണിയുള്ള വില കാട്ടി ഒരു ടെൻഡർ സ്ഥാനത്ത് വിളിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് ഇവർക്ക് കിട്ടിയേക്കാം? എന്തുകൊണ്ട് ബില്ല് റേറ്റിൽ വരുന്നു? എത്ര രൂപ മുട്ടിച്ചിട്ടുണ്ട്? 45,693 ലാപ്ടോപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പൈസ കൊടുത്തപ്പോൾ വെറും 2,000 ചില്ലറ ലാപ്ടോപ്പിനുള്ള പൈസ മാത്രമേ ഇവർക്ക് CSR ഫണ്ട് വഴി കിട്ടിയുള്ളൂ. ഇന്ത്യൻ പണി പോയി ST വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. സത്യമാണ് താങ്കൾ പറഞ്ഞത്. എന്റെ മകൾക്ക് കിട്ടിയ ലാപ്ടോപ്പ് ഒരു മാസം പോലും ഉപയോഗിച്ചില്ല. അതിന് മുമ്പ് കേടായി. ലാപ്ടോപ്പ് സ്കൂളിൽ നിന്ന് SSC പരീക്ഷ കഴിഞ്ഞാൽ തിരിച്ചു സ്കൂളിൽ എന്ന് പറഞ്ഞിട്ട് തന്നു. തിരിച്ചു കൊടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കളങ്ങൾ കോവിഡ് കാലത്താണ് SC വിഭാഗത്തിൽപ്പെട്ട ലാപ്ടോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത്. കോവിഡ് കഴിഞ്ഞ് സ്കൂൾ തുറന്നതിന് ശേഷമാണ് കൊടുത്തതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഡേറ്റ സഹിതം അതൊന്ന്. 2 ഒരൊറ്റ SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും സൗജന്യമായി ലാപ്ടോപ്പ് കൊടുത്തിട്ടില്ല. സ്കൂൾ അല്ല പറഞ്ഞോട്ടെ, എനിക്ക് ലാപ്ടോപ്പ് കിട്ടാൻ എന്റെ പെട്ടെന്ന് തിരിച്ചു കൊടുക്കാനല്ല. എന്റെ വീട്ടിൽ ലൈബ്രറിയിൽ അല്ല സ്കൂളിന്റെ ലൈബ്രറിക്ക് കൊടുക്കുന്ന ലാപ്ടോപ്പ് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ സ്വന്തമാകുന്നത്? ഒരു കുട്ടിക്ക് വെറുതെ കൊടുത്തു എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ലൈബ്രറി എന്റെ കാഴ്ചപ്പാട് കേരള സമൂഹത്തിൽ ഒരുപാട് മോശം പഠിച്ചിട്ടുള്ളവരാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അനുഭവം കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും നമ്മുടെ മുന്നിൽ ഡേറ്റാസ് കൊണ്ടും ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ വിളിക്കാനുള്ള അവകാശം ഈ രാജ്യത്ത് ജീവിക്കുന്ന പോലെയുണ്ട്. ഞാൻ മുമ്പ് പരസ്യമായി പബ്ലിക് വേദിയിൽ തന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പ് കേസെടുത്തിട്ടുണ്ട്. അത്തരം കേസുകൾ എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. ഞാൻ അത് അങ്ങനെ വിളിക്കും. അങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഈ ദുരന്തം എടുക്കുന്ന സമയത്ത് ഒന്ന് പറയുമെങ്കിൽ ഇത് പറയരുത്. ഈ മാന്യത കേരള മുഖ്യമന്ത്രി അറിയാം. എന്തുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ ഇരിക്കാനുള്ളത്? അവിടെ കാര്യമില്ല. അയാളുടെ പൈസ പോയി. എന്തുകൊണ്ടാണ് അയാൾ പൈസ പോയി? ഞങ്ങളുടെ തന്നെ കാര്യം മുഖ്യമന്ത്രി ഇങ്ങനെ ദുരന്തം വന്ന സമയത്ത് ഇന്നലെ കാണിച്ചിട്ട് ടമാറ്റോ നിൽക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ വന്നിട്ട് ജൂലൈ 31 ആയിട്ട് ജനങ്ങളുടെ പണം ഇറങ്ങിയാൽ ഇന്നലെ പിടിച്ച പണം എവിടെ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ജനങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറയുമ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ കണക്കില്ലായ്മ ഒന്ന് എന്തോ പറഞ്ഞാലും ഈ മനുഷ്യനെ വെട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ എന്റെ മുന്നിൽ വൈകാതെ പറഞ്ഞ കാര്യമൊന്നുമില്ല. ഞാൻ മനുഷ്യനെ എങ്ങനെ ചെയ്യുന്നത് എന്റെ ചുറ്റുമുള്ള അറിയാം. ഈ വിഷയത്തിൽ എന്റെ സുഹൃത്തുക്കൾ എന്നെ മണ്ണിലേക്ക് ആക്കുമ്പോൾ അവിടെ ഇവരെ സഹായിക്കണം പണം ചോദിക്കും. ഫേസ്ബുക്കിൽ ഈ ചോദ്യം ഫേസ്ബുക്ക് എന്ന് പറയുന്നത്